വെരി ഗുഡ്. നന്നായിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് തോട്ട് ആണ്. വെൻ യു എലോൺ മൈൻഡ് യുവർ തോട്ട്സ്. നിങ്ങൾ തനിച്ചായിരിക്കുന്ന സമയത്ത് നിങ്ങളെ തോട്ട്സിനെ കുറിച്ച് മനസ്സിലാക്കുക. വെൻ യു ആർ വിത്ത് ഫ്രണ്ട്സ് മൈൻഡ് യുവർ ടങ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊപ്പം ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ നാവിനെ സൂക്ഷിക്കുക, ചീത്ത കാര്യങ്ങളൊന്നും പറയാതിരിക്കുക. വെൻ യു ആർ ആംഗ്രി മൈൻഡ് യുവർ ടെമ്പർ. നിങ്ങൾ എപ്പോഴാണ് ദേഷ്യമായിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ദേഷ്യം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. വെൻ യു ആർ വിത്ത് ഗ്രൂപ്പ് മൈൻഡ് യുവർ ബിഹേവിയർ. നിങ്ങൾ ഒരു ഗ്രൂപ്പിനോടൊപ്പം ആയെങ്കിൽ നിങ്ങളെ പെരുമാറ്റം കൂടി ഒന്ന് ശ്രദ്ധിക്കണം. വെൻ യു ആർ ട്രബിൾ മൈൻഡ് യുവർ ഇമോഷൻ. നിങ്ങൾ എന്തെങ്കിലും വിഷമങ്ങളിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ വികാരഭരിതരാവാതിരിക്കാൻ ശ്രമിക്കുക. വെൻ ഗോഡ് സ്റ്റാർട്ട് ബ്ലെസ്സിങ് യു മൈൻഡ് യുവർ ഈഗോ. നിങ്ങൾക്ക് എപ്പോഴാണോ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾ അഹങ്കാരികളാകാതിരിക്കാൻ ശ്രമിക്കുക. താങ്ക് യു. വെരി ഗുഡ്. നമ്മള് പാർട്ട് 4 സ്റ്റാർട്ട് ചെയ്യണം. ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടാവും അല്ലെ? വേറെ ചാപ്റ്റേഴ്സിൽ എടുത്തിട്ടുണ്ടാവാം. സ്കൂൾ മാനേജ്മെന്റ് എടുത്തിട്ടില്ലല്ലോ? എടുത്തിട്ടില്ല. എറിക്സണിന്റെ തിയറി പറയാന്ന് പറഞ്ഞായിരുന്നല്ലോ. തിയറി വീട്ടിലിരിക്കുകയാണ്. ബുക്ക് അവിടെ വെച്ച് ഞാൻ മറന്നുപോയി. എടുത്തില്ല. ഇവിടെ വന്നിട്ട് ഇവിടെ തിരിച്ചു വാങ്ങുന്ന സമയം ഉണ്ടായില്ല. അപ്പൊ ഈ പ്രാവശ്യം ഇത് പഠിക്കാൻ പറ്റില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. Unit 1 സ്കൂൾ മാനേജ്മെന്റ്. എല്ലാവരും എത്തിയോ? കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പേരുണ്ടായുള്ളൂ. അവിടെ പോയി എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ. ഇപ്പൊ നല്ല സ്ട്രെങ്ത് കുറവാണ്. ഇപ്പൊ ഒരുപാടായിട്ട് ഓൺലൈനിൽ സ്ട്രെങ്ത് കുറവാണ്. ഞാനുണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി. Unit 1 School Management. In the present condition, the standard teachers are alleged to be graduate, so the management invites them to do office work also. എന്താണ് പറയുന്നത്? ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ എല്ലാ ടീച്ചേഴ്സും ഏത് ക്വാളിഫിക്കേഷൻ ഉള്ളവരായിരിക്കാം? മിക്കവരും എന്താണ്? ഗ്രാജുവേറ്റ് ആയിരിക്കും അല്ലെ? അപ്പൊ തന്നെ എന്താണ്? അപ്പൊ നമ്മൾ ചെയ്യുന്ന സ്കൂളില് എന്താണ് എല്ലാ മാനേജ്മെന്റ് വർക്ക്സിലും എല്ലാ ഓഫീസ് വർക്ക്സുകളും നമ്മൾക്ക് ചെയ്യാനായിട്ട് തരുന്നതായിരിക്കും. ഓൾറെഡി ഗ്രാജുവേറ്റ്സ് ആയതുള്ളത് കൊണ്ട് തന്നെ എന്താണ് ഓഫീസ് വർക്കുകളെല്ലാം തന്നെ എന്താണ് നമ്മുടെ സ്കൂളില് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ അത്യാവശ്യമായിട്ട് ബേസിക് കമ്പ്യൂട്ടർ കാര്യങ്ങളെങ്കിലും അറിഞ്ഞിരിക്കണം. ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ഐഡിയാസ് എങ്കിലും ഉണ്ടായിരിക്കേണ്ടതാണ്. യെസ്. Moreover, the KG teachers are tightly engaged in the class itself. They have to attend to the students comprehensively. Generally, they move less from the school hours, whereas the standard teachers are changing themselves according to the subjects and have recreation period also. So they should have to take part in management. The work of the managing the school can be classified on the following grounds. Today, the teachers ne kuറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ടീച്ചേഴ്സ് എങ്ങനെ എൻഗേജ് ചെയ്യുന്നതാണ് പറയുന്നത്? ടൈറ്റ്ലി എൻഗേജ്ഡ് ഇൻ ക്ലാസ്. ടൈറ്റ്ലി ആണോ എൻഗേജ് ചെയ്യുന്നത്? കർശനമായിട്ടാണോ ക്ലാസ്സിൽ ഇടപെടുന്നത്? കർശനമായിട്ട് ഇടപെടേണ്ടതായിട്ട് വരും അല്ലേ?
കാരണം എന്താണ്, കുട്ടികൾ അമിതമായിട്ട് ചിലപ്പോ വളരെയധികം വാശിയൊക്കെ കാണിക്കുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം കൂട്ടത്തില്. അപ്പൊ ചില കാര്യങ്ങൾ എന്തായിരിക്കണം, കുറച്ച് ടൈറ്റ്ലി ബിഹേവ് ചെയ്യേണ്ടതായിട്ട് വരാം. കർശനമായിട്ട് തന്നെ എന്താണ് ആ ക്ലാസ് നിയന്ത്രിക്കേണ്ടി വരാം. They have to attend the students comprehensively. അപ്പോ അവരെ കുട്ടികൾ എങ്ങനെ കൈകാര്യം ചെയ്യണം? കോംപ്രഹെൻസീവ്ലി ആയിട്ട്, അതായത് സമഗ്രമായിട്ടായിരിക്കണം കുട്ടികളുടെ ടീച്ചേഴ്സ്, പ്രത്യേകിച്ച് KG ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യേണ്ടത്. Then generally they move less from the school hours, whereas standard teachers are changing themselves according to the subjects and recreation period also. അപ്പൊ പ്രത്യേകിച്ച് എന്താണ് ഇവിടെ എന്താ പറയുന്നത്, they move less from the school hours എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? School hours. They move less from the school hours. ക്ലാസ് ടൈമിൽ സ്കൂൾ സമയം കഴിയുന്നത് വരെ, സ്കൂൾ ടൈം കഴിയുന്നത് വരെ. അതായത് കൃത്യമായ ഒരു സ്കൂൾ ടൈമിലായിരിക്കില്ല അവർക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കില്ല. സ്കൂൾ അവേഴ്സ് കഴിഞ്ഞാലും എന്താണ് എന്തെങ്കിലും തരത്തിലുള്ള ആക്ടിവിറ്റീസുകൾ ഉണ്ടായിരിക്കാം. Then the standard teachers are changing themselves. എന്താണ് changing themselves according to the subjects and have recreation periods also. എന്താണ് അതേസമയം എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള അധ്യാപകര് വിഷയങ്ങൾക്കനുസരിച്ച് എന്ത് ചെയ്യുന്നു, സ്വയം മാറിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിഷയമാണോ കൈകാര്യം ചെയ്യേണ്ടത് അതിനനുസരിച്ച് ആ സബ്ജക്റ്റിനനുസരിച്ചിട്ടുണ്ടാകുന്ന അധ്യാപകര് അവര് സ്വയം മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, then so they should have to take part them in the management. The work managing of the school can be classified on the following grounds. അപ്പോ ഈ കുട്ടികളെ ആ ഒരു ടൈം പീരീഡിൽ മാത്രം നോക്കുക എന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമല്ല നമ്മുടെ ടീച്ചേഴ്സിന് വരുന്നത്. മാത്രമല്ല എന്തൊക്കെ കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് അവരുടെ സ്കൂൾ സിസ്റ്റത്തിന്റെ മാനേജ്മെന്റ് അവര് പങ്കാളികളായിരിക്കണം. ഒരു സ്കൂളിന്റെ മൊത്തം മാനേജ്മെന്റിൽ എന്താണ് അധ്യാപകര് പങ്കാളികളാണ്. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് അവർക്കും അവിടെ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഒരു സ്കൂളിന് എന്തെല്ലാം രീതിയിലാണ് മാനേജ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് താഴെ. അതൊന്ന് വായിച്ചു നോക്കിയേ, എല്ലാരും ഒന്ന് വായിച്ചു നോക്കിയേ. ഒരു 8 പോയിന്റ്സ് അവിടെ പറഞ്ഞിട്ടുണ്ടോ, അത് വായിക്കാം കേട്ടോ. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്? Classroom management, premises and building maintenance, office maintenance, canvassing and propagandas, discipline maintenance, party functional meeting, communication, financial assistance. ഒരു സ്കൂളിലും അധ്യാപകര് പഠനത്തിൽ, അതായത് ക്ലാസ് മുറിയിലല്ലാതെ ബാക്കി എന്തൊക്കെ കാര്യങ്ങളിൽ അവർ മാനേജ് ചെയ്യേണ്ടി വരുന്നു, ഒരു സ്കൂളിലെ മൊത്തം കാര്യങ്ങൾ അല്ലെ. അപ്പൊ ഫസ്റ്റ് വരുന്ന എന്താണ് അതില് ക്ലാസ് റൂം മാനേജ്മെന്റ് അല്ലെ. പ്രധാനമായിട്ട് ആദ്യം വേണ്ട എന്താണ്, ഒരു ക്ലാസ് റൂം നമുക്ക് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ കഴിയണം. കുട്ടികളെ വളരെയധികം അച്ചടക്കത്തോടെയും അതുപോലെ തന്നെ എന്താണ് ആ ക്ലാസ് റൂം ഫെസിലിറ്റീസുകൾക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വരാതെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ സ്മാർട്ട് ക്ലാസ് റൂമിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ അതൊന്നും തന്നെ എന്താണ് അതിനൊന്നും കേടുപാടുകളൊന്നും വരാതെ, അതുപോലെ തന്നെ എന്താണ് എത്ര കുട്ടികൾ ക്ലാസ്സിലുണ്ട് അത്രയും കുട്ടികളുടെയും ഉത്തരവാദിത്വം ആർക്കായിരിക്കും? റെസ്പോൺസിബിലിറ്റി ആണ് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കണം, കുട്ടികൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, ഏത് രീതിയില് ആക്ടിവിറ്റീസിൽ കൊടുക്കുമ്പോൾ അതൊക്കെ പ്രസന്റ് ചെയ്യണം, ഓൾ ക്ലാസ് എങ്ങനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്യാമെന്നുള്ളത് ഒരു അധ്യാപകരുടെ അല്ലെങ്കിൽ ക്ലാസ് ടീച്ചറുടെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, അപ്പൊ ക്ലാസ് റൂം മാനേജ്മെന്റ് ആണ് സ്കൂൾ മാനേജ്മെന്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി വരുന്നത്. ഇനി പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിന്റനൻസ്.
building maintenance. എന്താണ് ആ ചുറ്റുപാടുകളും എന്താണ് ആ പരിസരവും ആ ചുറ്റുപാടുകളും എന്ത് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്? പരിപാലിക്കണം. അവരുടെ ചുറ്റുപാട് എന്താണ്? ആ അതായത് പരിസരവും പരിസരത്തിന്റെയും പരിപാലനവും കെട്ടിട പരിപാലനവും പരിസരവും കെട്ടിട പരിപാലനവും ആ മൊത്തം ഹോൾ ആ ബിൽഡിംഗ് കംപ്ലീറ്റ് എന്താണ്? ആ അത് നമ്മൾ എന്താണ് നല്ല രീതിയിൽ തന്നെ ആയിരിക്കണം പരിപാലിക്കേണ്ടത്. എങ്ങനെയൊക്കെ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം? സ്കൂൾ കോമ്പൗണ്ട് അങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പൊ നിങ്ങൾ മറ്റ് വർക്കേഴ്സിന്റെ ഉത്തരവാദിത്തമല്ലേ? അല്ല അല്ലെ, ടീച്ചേഴ്സിന്റെയും കൂടി ഉത്തരവാദിത്തമാണ് ആ ഒരു ഹോൾ സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഹോൾ ബിൽഡിംഗ് കൺട്രോൾ ചെയ്യാന്നുള്ളത്. ആ ചുറ്റുപാടൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? സ്കൂളിന്റെ പരിസരത്ത് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കാം. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി പിന്നെ എന്തെങ്കിലും ഗാർഡനുകൾ തയ്യാറാക്കാം അല്ലെ, ഗാർഡൻസ് തയ്യാറാക്കാം. പിന്നെ എന്തൊക്കെയാണ്? ഇരിക്കാനുള്ള പ്രത്യേക ഇരിപ്പിടങ്ങൾ അല്ലെ, കുട്ടികൾക്ക് പുറത്ത് കൊണ്ടുവന്ന് പുറത്ത് ക്ലാസ് റൂം ഫെസിലിറ്റീസ് ഒരുക്കിക്കൊണ്ട് അല്ലെങ്കിൽ പുറത്തുള്ള ഒരു പഠനം സാധ്യമാക്കുന്ന തരത്തിലുള്ള അറേഞ്ച്മെന്റ്സുകളൊക്കെ ടീച്ചേഴ്സിന് തയ്യാറാക്കാം അല്ലെ. പിന്നെന്താണ്? ഗാർഡൻസ് തന്നെ സെപ്പറേറ്റഡ് ആയിട്ട് ചെയ്യാം, പൂക്കളുള്ളത് അല്ലെങ്കിൽ ഔഷധ ചെടികള് അങ്ങനെ പലതരത്തിൽ അത് ചെയ്യാൻ സാധിക്കും. പിന്നെ വേസ്റ്റസുകൾ കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം എന്താണ് കണ്ടെയ്നേഴ്സുകൾ കുട്ടികൾക്ക് എന്താണ് കുട്ടികളുടെ ക്ലാസ് റൂമിനടുത്തായിട്ടും അല്ലെങ്കിൽ സ്കൂൾ പരിസരത്തായിട്ടും എന്താണ് നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. പിന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും? ക്ലാസ്സിൽ കെട്ടിടങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ കണ്ണിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ അധികാരികളെ അറിയിക്കാലോ. കെട്ടിടം മെയിൻ്റെനൻസ് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളോ അപകട സാധ്യതയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂരകളോ അങ്ങനെ തകരാറുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ബെഞ്ചോ ഡെസ്കോ അങ്ങനെ തകരാറുകൾ കണ്ടു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് തന്നെ മേലധികാരികൾക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, യെസ്. അത്രയും കാര്യങ്ങളാണ് ഇത് ആ ഒരു സ്കൂൾ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതും അധ്യാപകന്റെ ഉത്തരവാദിത്തപ്പെടുന്നതാണ്. അടുത്ത എന്താണ്? ഓഫീസ് മെയിൻ്റനൻസ്. ഓഫീസിലെ അറ്റകുറ്റപ്പണികൾ അല്ലെ, ഓഫീസിലെ അറ്റകുറ്റപ്പണികൾ. ഓഫീസിൽ എന്തൊക്കെ വർക്കുകൾ ഉണ്ടാവും ഒരു ഓഫീസില്? സ്കൂൾ ഓഫീസില് എന്തൊക്കെ ഉണ്ടാവും? അറിയാവുന്ന പോലെ ഒന്ന് പറഞ്ഞേ. അറ്റൻഡൻസ് രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ, ടീച്ചേഴ്സിന്റെ ഉണ്ടായിരിക്കും, കുട്ടികളുടെ രജിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? ലീവുകൾ അല്ലെ, ഫീസ് കാര്യങ്ങള്, ഫീസ് കാര്യങ്ങള്. യെസ്. പിന്നെന്താണ്? മറ്റു റിസോഴ്സ് സ്കൂളിൽ എന്തെങ്കിലും ചെലവുകൾ വരുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങള്. ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെ, ടെക്സ്റ്റ് ബുക്കുകളുടെ പ്രത്യേകമായിട്ടുള്ള ഫീസുകള്, ലീവുകള്, ടീച്ചേഴ്സിന്റെ ലീവുകള്. പിന്നെന്താണ്? എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഫയൽസ് ഒക്കെ മിസ്സാവാൻ പിന്നെ കുട്ടികളുടെ ഫീസ് അങ്ങനത്തെ അതിന്റെ കാര്യങ്ങള്, സ്കൂൾ ഫീസ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങള്. പിന്നെ ഓക്കെ, അത്രയും കാര്യങ്ങളൊക്കെയാണ് എന്താ ഒരു ഓഫീസ് മെയിൻ്റനൻസിൽ വരുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതൊക്കെ ചെയ്യാനും അധ്യാപകരെ പ്രാപ്തരായിരിക്കണം. അതൊക്കെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കൂടി അധ്യാപകർക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ഓരോ ടീച്ചേഴ്സിനും ഓരോരുത്തർക്കും എന്താണ് ഓരോ റോൾസുകൾ കൊടുത്തിട്ടുണ്ടാവും ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പിന്നെ എന്താണ്? സ്റ്റാഫ് റൂമിൽ പ്രത്യേക ടീച്ചേഴ്സിന്റെ സ്റ്റാഫ് റൂം ഉണ്ടല്ലോ, അവിടുത്തെ റെക്കോർഡ്സുകൾ സൂക്ഷിക്കുന്നത് എവിടെയാണ്? ഓഫീസിലായിരിക്കും. പിന്നെ കുട്ടികളുടെ പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിലുള്ള ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേക റെക്കോർഡ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓഫീസിലായിരിക്കും മാനേജ് ചെയ്യുന്നത്. അത്തരം കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ്. ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ് എന്താണത്? ക്യാൻവാസ് ചെയ്യാ, പ്രൊപ്പഗൻഡാസ് എന്നൊക്കെ പറഞ്ഞ ക്യാൻവാസ് ചെയ്യണത് എന്തിനാണ്? ഇപ്പൊ ഒരു സ്കൂൾ അടച്ചു, കുട്ടികളെ സ്കൂളിനെ കുറിച്ച് കുറച്ച് പബ്ലിസിറ്റി ചെയ്യല്ലോ. പ്രചാരണം ചെയ്യല്ലേ എന്തെങ്കിലും. ക്യാൻവാസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ
ഡിവിഷൻ നമ്മളറിയാം ടീച്ചേഴ്സ് കുട്ടികളെ പിടിക്കാനായിട്ട് ഇറങ്ങും അല്ലെ, കുട്ടികളെ പിടിക്കാൻ ഇറങ്ങാന്ന് പറഞ്ഞാൽ എന്താണ് ഡിവിഷൻ 4 വരാൻ ടീച്ചേഴ്സ് വരാറുണ്ട് വീടുകളിലേക്ക്. നമ്മുടെ സ്കൂളിൽ നല്ല പഠനമാണ്, നല്ല രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. നല്ല സ്കൂളാണ്, നല്ല റിസൾട്ടുള്ള സ്കൂളുകളാണ്, നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ആണ്, നല്ല പിന്നെ തന്നെ മറ്റ് അക്കാദമിക് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്, നല്ല ടീച്ചേഴ്സ് ആണ്, അറ്റ്മോസ്ഫിയർ ഓക്കെയാണ്, അങ്ങനെ പറഞ്ഞ് പാരന്റ്സിന് അവർ ക്യാൻവാസ് ചെയ്യും അല്ലെ, അവരതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് തന്റെ കുട്ടികളെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു. അത് ആരുടെ ഡ്യൂട്ടിയിൽ ഉൾപ്പെടുത്തുന്നതാണ്? അത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ അധ്യാപകരാണ് കുട്ടികളെ തന്റെ സ്കൂളുകളിലേക്ക് ചേർക്കാനായിട്ട് പാരന്റ്സ്. ചില സ്കൂളുകളിൽ കുട്ടികൾ കുറവായിരിക്കും, അപ്പൊ ഡിവിഷൻ 4 സ്കൂളുകളിൽ കുറവാകുമ്പോ ടീച്ചേഴ്സ് ഇറങ്ങും. ഡിവിഷൻ 4 വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തില് കുട്ടികളെ കറക്റ്റ് എണ്ണം ഒരു റോൾ എടുത്തിട്ടുണ്ടാവില്ല, കറക്റ്റ് എണ്ണം വലിയ ഡിവിഷൻസ് എന്തായിരിക്കണം അതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ അതും ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അടുത്ത എന്താണ്? ഡിസിപ്ലിൻ മെയിൻ്റനൻസ്. ഡിസിപ്ലിൻ മെയിൻ്റനൻസ് സ്കൂളുകളിലെ അച്ചടക്ക പരിപാലനം. സ്കൂളിൽ ഒരു ഡിസിപ്ലിൻ കമ്മിറ്റി എന്തായാലും ഉണ്ടായിരിക്കും. അതിന് പ്രത്യേകമായിട്ട് ടീച്ചേഴ്സിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോ മാസം ഓരോ ടീച്ചേഴ്സ് ആയിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്. മിക്ക സ്കൂളുകളിൽ അങ്ങനെ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ചില സ്കൂളിൽ ഒരാൾ തന്നെയായിരിക്കും ഒരു 1 ഇയർ മുഴുവൻ ചിലപ്പോൾ ആ ടീച്ചർ തന്നെയായിരിക്കും അത് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓരോ മാസം ഓരോ ടീച്ചേഴ്സ് വെച്ച് മാറുന്നുണ്ടോ. അപ്പൊ അച്ചടക്ക പരിപാലനത്തിന് വേണ്ടിയിട്ട്, അതായത് ക്ലാസ് റൂം തുടങ്ങുന്നതിന് മുൻപും ക്ലാസ് തുടങ്ങുന്നതിന് മുൻപും അതിനുശേഷം ക്ലാസ്സിലെ എങ്ങനെയൊക്കെ കുട്ടികള് ബിഹേവ് ചെയ്യണം, അതിനുശേഷം ലഞ്ച് ബ്രേക്ക്, അതുപോലെ തന്നെ എന്താണ് ഈവനിങ് ബ്രേക്കിലൊക്കെ എന്താണ് ഏത് രീതിയിലായിരിക്കണം. ചില കുട്ടികളൊക്കെ ഒരു കൺട്രോൾ വലിയ ഡിസിപ്ലിൻ ഇല്ലാതെ ക്ലാസ്സിന് പുറത്തോട്ടൊക്കെ ഇറങ്ങി പോകും. അപ്പോൾ അതെന്താണ് അവിടെ പ്രത്യേകമായിട്ട് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷെ ഒരു ഡിസിപ്ലിൻ കമ്മിറ്റീസ് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് എന്തായാലും അവിടെ ഉച്ച ടൈമിലൊക്കെ, അതായത് ലഞ്ച് ബ്രേക്കിന്റെ ടൈമിലൊക്കെ ടീച്ചേഴ്സ് ഓരോ ക്ലാസ് റൂമിൽ എന്താണ് പ്രത്യേകമായിട്ട് ചെക്ക് ചെയ്യാനുണ്ടാവും. അപ്പൊ അവരൊരു കൺട്രോൾഡ് ആയിട്ട് തന്നെ എന്തായിരിക്കും കുട്ടികളെ മുന്നോട്ട് പോകും. ഡിസിപ്ലിൻ എന്നില്ലെങ്കിൽ എന്തായിരിക്കും വളരെയധികം അലസമായിട്ടായിരിക്കും ആ ക്ലാസ്സും സ്കൂളും പ്രവർത്തിക്കുന്നത്. അപ്പൊ ഡിസിപ്ലിൻ മെയിൻ്റനൻസ് അത്യാവശ്യമാണ്, അത് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. സ്കൂളിന്റെ ഡിസിപ്ലിന്റെ ഭാഗമായിട്ടല്ലേ യൂണിഫോം കറക്റ്റ് ആയിട്ട് കുട്ടികൾ ഇട്ടിട്ട് വരണം എന്നൊക്കെ പറയുന്നത്. ഡിസിപ്ലിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും നിർബന്ധമായിട്ട് യൂണിഫോംസ്, അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിൽ എന്താണ് റിബൺ കെട്ടണം, ആൺകുട്ടികള് കൃത്യമായിട്ട് ഷർട്ടൊക്കെ ചെയ്ത് ഷൂസ് ഒക്കെ ധരിച്ചിട്ട് വേണം ക്ലാസ്സിൽ കയറാൻ. അതും ഡിസിപ്ലിന്റെ ഭാഗമാണ്. പിന്നെ എന്താണ്? ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ള യൂണിഫോംസ് ധരിക്കുക. ഈ അങ്ങനെ ആയിരിക്കണം ക്ലാസ് റൂമിൽ എത്തിച്ചേരേണ്ടത്. ഓക്കെ, അത് ഡിസിപ്ലിന്റെ ഭാഗമാണ്. പാർട്ടിംഗ് ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്. പാർട്ടിംഗ് ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ് അത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, എന്ത് കാര്യത്തിലും എന്തുണ്ടായിരിക്കും പ്രത്യേക രീതിയില് ഒരു മീറ്റിംഗ് വെച്ച് കൂട്ടിയതിനു ശേഷമാണെങ്കിൽ മീറ്റിംഗിലൂടെയാണ് എന്ത് കാര്യങ്ങളാണെങ്കിലും അത് തീരുമാനിക്കപ്പെടുന്നത്. എല്ലാ ടീച്ചേഴ്സിനും കൂട്ടി എന്ത് കാര്യം, ഒരു ആനുവൽ ഫംഗ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു സ്കൂൾ റീ ഓപ്പണിംഗ് ആയിക്കോട്ടെ, എന്താണെങ്കിലും എന്താണ് ഒരു പുതുവർഷം ആരംഭിക്കുന്ന സമയത്ത് കൃത്യമായ രീതിയിലുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും അല്ലെ. അതിന് പ്രത്യേകമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തതാണ്. അപ്പൊ ആ മീറ്റിംഗിൽ വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അത് എല്ലാവരുടെ അഭിപ്രായങ്ങൾ, എല്ലാ ടീച്ചേഴ്സിന്റെയും അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിന് ശേഷം എന്താണ് ഓരോ ഡ്യൂട്ടീസും ആ മീറ്റിംഗിലായിരുന്നു ചിലപ്പോൾ ആനുവൽ ഡേ ഒക്കെ ആണെങ്കിൽ ഇന്ന ഭാഗങ്ങൾ ഏത് ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യണം എന്ന് പറഞ്ഞ് ഡ്യൂട്ടീസ് ഓരോരുത്തർക്കായിട്ട് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കും. ആരായിരിക്കും കൊടുക്കുന്നത്? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പൾ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സിന് ഒരു സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ഉണ്ടാവും സ്റ്റാഫ് ബേസ്ഡ് ആയിട്ട്. അപ്പൊ അവരായിരിക്കും ചിലപ്പോൾ തീരുമാനിക്കുന്നത്. എങ്കിലും ആരുടെയായിരിക്കും നിർദ്ദേശം പൂർണ്ണമായിട്ടും ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പ്രിൻസിപ്പൾ. പ്രധാന അധ്യാപകരുടെ നിർദ്ദേശം അനുസരിച്ചിട്ടായിരിക്കുള്ളൂ ഓരോ ചുമതലകളും ഓരോരുത്തർക്കായിട്ട് വിധിച്ചു കൊടുക്കും. ഓക്കെ, അപ്പൊ അത്തരം മീറ്റിങ്ങിലൂടെയാണ് എന്ത് പ്രോഗ്രാം നടന്നാണെങ്കിലും അത് നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ടീച്ചേഴ്സ് അത് നല്ല രീതിയിൽ അത് അവതരിപ്പിക്കുന്നു. ഓക്കെ, അപ്പൊ എന്താണ് മീറ്റിംഗ്, പാർട്ടിംഗ് ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ് അത്യാവശ്യമുണ്ട്. എപ്പോഴും എന്താണ് മീറ്റിംഗ് ഏതുമായി എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നുള്ള മീറ്റിംഗ് വിളിച്ചു കൂട്ടിയതിനു ശേഷമായിരിക്കും അതിലൊരു പ്രത്യേക തീരുമാനം എടുക്കുന്നത്. എന്ത് കാര്യമായിക്കോട്ടെ, ഇപ്പൊ ആനുവൽ ഡേ ഫംഗ്ഷൻ മാത്രമല്ല, സ്കൂളിനെ സംബന്ധിച്ചിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും എന്താണ് അതൊരു മീറ്റിംഗിലൂടെ ആയിരിക്കും ടീച്ചേഴ്സ് എല്ലാവരും കൂടി തീരുമാനിച്ചിട്ടായിരിക്കും ഒരു
സൊല്യൂഷൻസിലേക്ക് എത്തിച്ചേരുന്നത്. ഓക്കെ, അപ്പോ അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, കുട്ടികൾ ഇപ്പോൾ ഈ ഒരു ആയിട്ടൊക്കെ മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യം, അത് ക്ലാസ് റൂമിൽ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പിടിക്കപ്പെടുന്ന സമയത്ത് ഒന്നുമില്ലെങ്കിൽ ആദ്യം ടീച്ചേഴ്സും തമ്മിൽ എന്താണ് ആദ്യം ഒരു സംസ്കാരം ഉണ്ടാകും, അതൊരു മീറ്റിംഗിലേക്ക് എത്തിച്ചേരുന്നു. അങ്ങനെയാണ് സ്കൂളിൽ നിന്ന് അത് ഇത്തരത്തിലൊരു കാര്യം ഇല്ലാതാക്കാനായിട്ട് പുറത്താണെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിനുവേണ്ട പ്രത്യേക നടപടി സ്വീകരിക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് ഇത്തരത്തിലുള്ള മീറ്റിങ്ങിലൂടെയായിരിക്കും. ഓക്കെ, ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ എന്താ പറയുന്നത്, പ്രോപ്പർ ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ കമ്മ്യൂണിക്കേഷൻ ആണോ? പ്രോപ്പർ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം അല്ലെ. പ്രോപ്പർ ആയിട്ട് ടീച്ചേഴ്സും തമ്മിലും പാരന്റ്സ് ആയിട്ടും സ്കൂളിലെ എല്ലാ സ്റ്റാഫുകളും മെമ്പേഴ്സും ആയിട്ട് എന്താണ് കൃത്യമായ രീതിയിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താൻ സാധിക്കുന്ന തരത്തിലായിരിക്കണം ടീച്ചേഴ്സ് പ്രവർത്തിക്കുന്നത്. പിന്നെന്താണ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. സാമ്പത്തിക സഹായം. എന്താ പറയുന്നത്, സാമ്പത്തിക സഹായം സ്കൂൾ നടത്തിക്കൊണ്ടുപോകുന്നതിനുള്ള സാമ്പത്തിക സഹായമാണോ? സ്കൂൾ നടത്തിക്കൊണ്ടുപോകുന്നതിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. സ്കൂളിൽ എന്തെങ്കിലും തരത്തിലുള്ള ബാധ്യതകളോ ബുദ്ധിമുട്ടുകളോ വന്നു കഴിഞ്ഞാൽ എന്താണ് ആ സ്കൂളിനെ മാനേജ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ആരംഭിക്കാറുള്ളത്. അപ്പൊ അതിനെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ആർക്കുണ്ട്, അധ്യാപകർക്കുണ്ട് അല്ലെ. അപ്പൊ ഫിനാൻഷ്യൽ ക്രൈസിസ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒന്നുമില്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികൾ ആക്സിഡന്റ് ആവുകയോ എന്തെങ്കിലും അപകടങ്ങൾ ഗുരുതരമായി നിലനിർത്തുകയോ അങ്ങനെയൊക്കെ എന്താണ് നമ്മൾ സ്കൂളിൽ ടീച്ചേഴ്സ് പിരിവിടുന്നത് കണ്ടിട്ടില്ല നമ്മൾ. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവരുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്കൂളിന്റെ എന്തെങ്കിലും കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ട് അതൊക്കെ പിരിവിടും അല്ലെ. അതൊക്കെ സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമാണ്. അപ്പൊ അവിടെ നമ്മൾ ഒരു മീറ്റിങ്ങിലൂടെ ഒരു തുക നിർണ്ണയിക്കും, എത്രത്തോളം തുക ടീച്ചേഴ്സിന് നൽകാൻ കഴിയും. ഓക്കെ, അപ്പൊ ആ തുക തീരുമാനിച്ചതിന് ശേഷം എല്ലാ ടീച്ചേഴ്സും അത് പറ്റുന്നവരെന്താണ് ആ തുക ഇടുകയും ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു. അപ്പൊ ഫിനാൻഷ്യൽ അസിസ്റ്റൻസും കൂടി എന്താണ് സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ട് അധ്യാപകർക്ക് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് സ്കൂൾ മാനേജ്മെന്റ് വർക്കുമായിട്ട് അധ്യാപകർ ചെയ്യേണ്ടത്? ക്ലാസ് റൂം മാനേജ്മെന്റ് പറഞ്ഞേ. Classroom management, premises and building maintenance, office maintenance, canvassing and propaganda, discipline maintenance, part in function and meeting, communication, financial assistance. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്, ജനറലി വൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ്. ഇത് ക്ലിയർ ആണോ നിങ്ങൾക്ക് ഈ പോയിന്റ്സുകൾ? Generally, one of the standard teachers. ഒരു മിനിറ്റ്, എന്താണ് വായിക്കണോ ചോദിച്ചതാ, റീഡ് ചെയ്യണോ? ഒരാൾ വായിക്കാൻ ഒട്ടും വയ്യടോ, പാടില്ല, സുഖമില്ല നല്ല. Generally, one of the standard teachers is given power by the school to have control over the day-to-day transactions of the school. That does not mean that the other teachers should define themselves within the classroom level without taking part in any of the school work. Every teacher should share the work of the school management and make it as a teamwork. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, ജനറലി വൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് നോക്കാട്ടോ, വൺ ഓഫ് ദി സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സ് ഈസ് ഗിവൻ പവർ ബൈ ദി സ്കൂൾ ടു ഹാവ് കൺട്രോൾ ഓവർ ദ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ ഓഫ് ദി സ്കൂൾ. എന്താണ് ഇവിടെ പറയുന്നത്, അതായത് സാധാരണ ഒരു ടീച്ചർക്ക് മാത്രം കുറെ ടീച്ചർമാരിൽ നിന്ന് ഒരു ടീച്ചർക്ക് അധികാരം കൊടുക്കണമെന്നാണോ? ടീച്ചേഴ്സിന് എന്താണ് ആ സ്കൂളിന്റെ ആ ഒരു മാനേജ്മെന്റിന് എന്താണ് അധികാരം നൽകുന്നത് അല്ലെ. അപ്പൊ ആ ട്രാൻസാക്ഷൻസ് ഇടപാടുകളൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് അതായത് സ്കൂൾ കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിൽ പ്രത്യേകമായിട്ടൊരു ടീച്ചർ, അത് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീച്ചർ എന്താണ് സ്കൂൾ മാനേജ്മെന്റ് ഓൾറെഡി ഒരു അംഗീകാരം കൊടുക്കുകയാണ്. അതായത് ആ ടീച്ചർ ആയിരിക്കും നമ്മൾ ചെയ്യണമെന്ന് പറയും. പിന്നെന്താണ് പറയുന്നത്, that does not mean, പക്ഷെ അത് പറയുന്നത് എന്താണ്, that does not mean that
The other teachers should define themselves within the classroom level without taking part in any of the school work. എന്താ പറയുന്നത്? അങ്ങനെ ഒരു ടീച്ചേഴ്സിന് ഒരാൾക്ക് മാത്രം അത് കൊടുത്തു എന്ന് കരുതി എന്താണ് മറ്റ് അധ്യാപകർ സ്കൂളിലെ ജോലികളിൽ ഏർപ്പെടാതെ ക്ലാസ് റൂം തലത്തിൽ മാത്രം ഒതുങ്ങണം എന്നല്ല അവിടെ പറയുന്നത്. അല്ലെ, ഒരാൾ മാത്രം ഏറ്റെടുത്ത് ചെയ്യാനല്ല. ആ ടീച്ചർ ചെയ്യുന്ന സമയത്ത് എന്താണ് ആ ടീച്ചറിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് മറ്റു ടീച്ചേഴ്സ് എന്താണ് അത് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. ഒരാളെ ഒരു കംപ്ലീറ്റ് ജോലി ഏറ്റെടുത്തെന്ന് പറഞ്ഞ അയാളെ മാത്രം അത് ചെയ്യിപ്പിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അതിനർത്ഥം അതല്ല എന്നാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ടീച്ചർക്ക് ഒരു പദവി കൊടുത്തു, ആ ടീച്ചറിന് അത് ചെയ്തോളൂ. ഇപ്പൊ ഡിസിപ്ലിൻ കമ്മിറ്റി കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക, അത് സ്കൂൾ ഹോൾ ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് ഒരു അധ്യാപകന് കൊടുക്കുകയാണ്. ടീച്ചറിന്റെ മാത്രം ഉത്തരവാദിത്വമാണ് അത്. അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്. ഓരോ ക്ലാസ്സിലത്തെയും അധികാരം ഓരോ ക്ലാസ് ടീച്ചറും ഏറ്റെടുക്കണം അല്ലെ? യെസ്, ഓരോ ക്ലാസ്സിലത്തെയും അധികാരം ആരെടുത്ത് എടുത്തിരിക്കണം? ക്ലാസ് ടീച്ചേഴ്സിന് ഉത്തരവാദിത്തമാണ് അല്ലെ? ഓക്കെ. സ്കൂൾ വർക്ക് എന്താണ്? അതിന്റെ ഭാഗമായിട്ട് കൂടി അത് ചെയ്യണം. സ്കൂൾ ക്ലാസ് റൂം വർക്ക് മാത്രമല്ല, സ്കൂൾ വർക്ക് കൂടി ഉണ്ടായിരിക്കും. അത് ടീച്ചേഴ്സ് കൂടി ഒരാളുടെ മാത്രമല്ല ഉത്തരവാദിത്തം, ക്ലാസ് ടീച്ചേഴ്സിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ആ രീതിയിലായിരിക്കണം വർക്ക് ചെയ്യേണ്ടത്. ഓക്കെ. സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് കിട്ടിയായിരുന്നോ നിങ്ങൾക്ക്? MT6 കിട്ടിയായിരുന്നു. Then every teacher should share the work of the school management and make it as a team work. Every teacher should share the work of the school management and make it as a team work. എന്താണ് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രവർത്തനങ്ങൾ ഓരോ അധ്യാപകനും പങ്കുവെക്കുകയും അത് എന്താക്കി മാറ്റണം എന്നാണ് പറയുന്നത്? ഒരു ടീം വർക്ക് ആയിട്ട് മാറ്റണം എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് കറക്റ്റ് ആണ് അല്ലെ? ഒരു സ്റ്റാൻഡേർഡ് ടീച്ചറിന് ഒരു പദവി കൊടുത്തെന്ന് പറഞ്ഞാൽ ടീച്ചർ മാത്രം ചെയ്യണമെന്നില്ല അല്ലെ? ഇവിടെ എന്താ ചെയ്യേണ്ടത്? എല്ലാ ടീച്ചേഴ്സും അതൊരു ടീം വർക്ക് ആയിട്ട് അല്ലെ? ഓരോ അധ്യാപകരുടെ ഡ്യൂട്ടീസ് ഉണ്ട്. പകരം മറ്റൊരു ടീച്ചറിന് കൂടി എന്താണ് അതിന്റെ ഉത്തരവാദിത്തത്തിന്റെ ഒരു ഭാഗം നമ്മൾ കൊടുക്കുക അല്ലെ? അപ്പൊ അതൊരു ടീമായിട്ടായിരിക്കണം ചെയ്യേണ്ടത്. സ്കൂൾ മാനേജ്മെന്റ് ഒറ്റയ്ക്ക് ചെയ്യാനല്ല പറയുന്നത് ടീച്ചർമാരോട് അല്ലെ? അത് എല്ലാ ടീച്ചേഴ്സും കൂടി പൂർണ്ണ ഉത്തരവാദിത്തത്തോടു കൂടി അതൊരു ടീം വർക്ക് ആയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ. The sharing of the work can be assisted by the management or by the voluntary interest among the teachers. When a school is running with a good name, everyone takes the credit of saying, "It is my school." So everyone should work the feeling of school. എന്താ പറയുന്നത്? അപ്പൊ നമ്മൾ ടീം വർക്ക് ആയിട്ട് ചെയ്യുന്നത് എന്തായാലും ടീച്ചേഴ്സിന്റെ താല്പര്യത്തോടു കൂടി തന്നെയായിരിക്കും ഓരോ വർക്ക്സുകളും അവര് ഷെയർ ചെയ്ത് മാനേജ് ചെയ്ത് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അത് സമയത്തെ അവരെടുക്കുന്ന ഒരു താല്പര്യത്തിന്റെ പുറത്താണ് എന്ത് ഓരോ ടീച്ചേഴ്സും ഓരോ ഡ്യൂട്ടീസും കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ സ്കൂൾ നല്ലതാണെന്ന് പറയാനായിട്ട് അല്ലെ, നല്ല ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ എന്താണ് ആ സ്കൂളിന് ഒരു നല്ലൊരു പേര് കിട്ടുന്നത് അല്ലെ? അപ്പൊ നമുക്ക് എന്താണ് തോന്നുന്നത്? അതെന്റെ സ്കൂൾ, മൈ സ്കൂൾ, അതെന്റെ സ്കൂളാണെന്ന് പറയാനുള്ളതിൽ എന്താണ് ഒരു ക്രെഡിറ്റ് ഉണ്ടായിരിക്കും. ആ ക്രെഡിറ്റ് എല്ലാവരും ഏറ്റെടുക്കും. പക്ഷെ അതിന്റെ പുറകിൽ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെ? വർക്ക് ചെയ്യുന്നുണ്ടാവോ? എല്ലാ ടീച്ചേഴ്സും അതേപോലെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ എല്ലാവരും ഉണ്ടാവും അല്ലെ? പക്ഷെ അതേപോലെ വർക്ക് ചെയ്യുന്നുണ്ടാവോ? ഉണ്ടാകും അല്ലെ? എല്ലാരും ടീമായിട്ട് നിൽക്കണം. പക്ഷെ ചില ടീച്ചർമാരൊക്കെ ഒഴിവാകാറുണ്ട്. ചില ടീച്ചേഴ്സ് എന്താണ് ഒഴിവായി നിൽക്കും. എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ചെയ്യാനുള്ള ഒരു മടി കൊണ്ടോ അലസത കൊണ്ടോ ഒക്കെ എന്താണ് അത് പിൻവാങ്ങാറുണ്ട്. പക്ഷെ സ്കൂളിൽ ഒരു നല്ല പേര് വരുന്ന സമയത്ത് എന്താണ് അത് എന്റെ സ്കൂളാണ്, ഞാനവിടെ പഠിപ്പിക്കുന്നതാണെന്നുള്ളൊരു ക്രെഡിറ്റ് ഏറ്റെടുക്കാനായിട്ട് എല്ലാവരും തന്നെ ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോ എന്താണ് ഇവിടെ പറയുന്നത്? എല്ലാവരിലും ഏതൊരു തോന്നൽ ഉണ്ടാകണം എന്നാണ് പറയുന്നത്. സോ എവരിവൺ ഷുഡ് വർക്ക് ദ ഫീലിംഗ് ഓഫ് സ്കൂൾ. അപ്പൊ നമ്മളുടെ സ്വന്തം സ്കൂളാണ് എന്നുള്ളൊരു ഉത്തരവാദിത്വത്തിലായിരിക്കും അല്ലെങ്കിൽ ആ ഒരു തോന്നലിലായിരിക്കണം എല്ലാ ടീച്ചേഴ്സും അവിടെ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ തോന്നി കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ആ സ്കൂളിന്റെ മുന്നതിയിൽ എത്താൻ വേണ്ടി ഓരോ ടീച്ചർമാരും പ്രയത്നിക്കണം അല്ലെ? യെസ്. അപ്പൊ അത് നമ്മുടെ സ്കൂളാണെന്നുള്ള ഒരു തോന്നലിലൂടെ എന്താണ് നമുക്ക് ആ സ്കൂളിൽ നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സ്വന്തം എന്നതിനോട് അല്ലേ നമുക്ക് ഏറ്റവും ആത്മാർത്ഥത കാണിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതെ, അല്ലാതെ നമ്മൾ അങ്ങനെ കരുതിയാൽ മാത്രമേ നമ്മളുടെ ജോലി നമുക്ക് സുഗമമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അല്ല അതൊരു ബേർഡൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഭാരമായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പൂർണ്ണമായിട്ട്
നമ്മുടെ ജോലി കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്? Most teachers are appointed for a class for a subject. So the first main duty of the teacher is to carry out of class, that is known as classroom management. അപ്പോൾ classroom management എന്ന ഭാഗത്തിൽ നമ്മൾ എത്തിയാക്കണം. എന്താണ് classroom management എന്ന് പറയുന്നത്? ക്ലാസ് നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ള. മോസ്റ്റ് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ടീച്ചേഴ്സിനും നമ്മൾ ഓരോ ക്ലാസ്സിൽ ഓരോ സബ്ജക്ട് ടീച്ചേഴ്സ് ആയിട്ടായിരിക്കും എന്ത്, ഓരോ സബ്ജക്റ്റിനും ഓരോ ടീച്ചർമാരിനെ നിയമിക്കും. ടീച്ചർ സൗണ്ട് കേൾക്കണില്ല. ആർക്കും കേൾക്കുന്നില്ല തോന്നുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ഒരു ടീച്ചർക്ക് മാത്രം ഒരു ആധിപത്യം കൊടുക്കുന്നു, അത് പ്രിൻസിപ്പലിനെയാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, ഒരു ടീച്ചർക്ക് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ടീച്ചർ ആകാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ പ്രിൻസിപ്പളിനെ പോലെ ഒരു ടീച്ചറിനെ തെരഞ്ഞെടുക്കുമല്ലോ. അപ്പൊ എല്ലാ സ്കൂളിലത്തെ മെയിൻ ആയിരിക്കും ആ ടീച്ചർ. പക്ഷെ എല്ലാ അധികാരവും ആ ടീച്ചർക്കല്ല. ഓരോ ക്ലാസ് റൂമിലത്തെ കാര്യങ്ങളും ഓരോ ടീച്ചർമാര് നോക്കണം എന്നുള്ളതാണ് ഉദ്ദേശം. അല്ലാതെ പ്രിൻസിപ്പളെ അല്ല അല്ലെ? പ്രിൻസിപ്പൾ ആണോ എന്നറിയില്ല. ഒരു ടീച്ചറിനെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഏൽപ്പിക്കും. അത് ചിലപ്പോൾ പ്രിൻസിപ്പളും ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്പെഷ്യൽ ടീച്ചറിനെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് ഏൽപ്പിക്കും. കേൾക്കാമോ? എന്താണ് സംശയം? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആരാണ്? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആരാണ്? പ്രധാന അധ്യാപകൻ അല്ലെ? മാനേജ്മെന്റ് അല്ലേ? യെസ്, പ്രിൻസിപ്പൾ ആണ് അവിടെ പറയുന്നത് അല്ലേ? അപ്പൊ അദ്ദേഹം എന്താണ്, ഓരോ ടീച്ചേഴ്സിനും പ്രത്യേകിച്ച് ഒരു ഹോൾ മാനേജ് ചെയ്യാൻ, അതായത് സ്കൂൾ മൊത്തത്തിൽ മാനേജ് ചെയ്യാനുള്ള ഒരു പവർ കൊടുക്കുന്നത്. പക്ഷെ ആ ടീച്ചർ അത് ഒറ്റയ്ക്ക് ചെയ്യാനാണോ അത് ഉദ്ദേശിക്കുന്നത്? അല്ല, അതിന്റെ കൂടെ മറ്റു ടീച്ചേഴ്സും അതിൽ ഇൻവോൾവ് ആയിട്ട് ടീം വർക്ക് ആയിട്ടായിരിക്കും അത് ചെയ്യേണ്ടത്. ഓക്കെ, ഒരു ടീച്ചറിനെ നിയമിക്കും എന്ന് പറഞ്ഞില്ലേ, അത് പ്രിൻസിപ്പാൾ അല്ലല്ലോ, വേറൊരു ടീച്ചറെ നിയമിക്കല്ലേ? വേറെ ടീച്ചറാണ്. ഓക്കെ, most teachers are appointed for a class or for subject. So first main duty of the teacher is carry out the class, that is known as classroom management. എന്താണ്, മിക്ക അധ്യാപകരും ഒരു ക്ലാസ്സിലേക്കോ അല്ലെങ്കിൽ ഒരു വിഷയത്തിലേക്കോ ആയിരിക്കും നിയമിക്കപ്പെടുന്നത്. അതിനാൽ അധ്യാപകന്റെ ഒരു പ്രഥമ കർത്തവ്യം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരാളെ ക്ലാസ് റൂം മാനേജ്മെന്റ് ചെയ്യാന്ന് പറയുന്നത് എന്താണ്, അവരുടെ ക്ലാസ് എങ്ങനെയായിരിക്കണം, വെൽ കൺട്രോൾഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലാസ് റൂം മാനേജ്മെന്റ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാല്? Teachers is to carry out of class, so the first main duty of teachers is carry out the class. ആ ക്ലാസ് തനിക്ക് തന്നിരിക്കുന്ന ക്ലാസ്, അതേത് വിഷയമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ, തനിക്ക് തന്നിരിക്കുന്ന ക്ലാസ് ഏറ്റവും എന്താണ്, ഏറ്റവും റെസ്പോൺസിബിലിറ്റി ആയിട്ട് വളരെയധികം ഉത്തരവാദിത്തത്തോടുകൂടി അത് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതിനാണ് അതിനെ ക്ലാസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂൾ മൊത്തത്തിലുള്ള മാനേജ്മെന്റ് അല്ലേ സ്കൂൾ മാനേജ്മെന്റ്? നല്ല രീതിയിൽ കൊണ്ടുപോകുക, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഉത്തരവാദിത്തത്തോടുകൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ്സിനെ കൺട്രോൾ ആയിട്ട് കൊണ്ടുപോകുന്നതാണ് ക്ലാസ് റൂം മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Every teacher should take care to maintain discipline everywhere. Even when she is walking on the footpath, if she happens to see the students making quarrels, threatening others, speaking rubbish, she can call them and after making minimum inquiries, dispose of them with or without punishment.
അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? എല്ലാ അധ്യാപകരും ആദ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ഡിസിപ്ലിൻ ഉണ്ടാകാനായിട്ട്, അല്ലെ? അച്ചടക്കം ഉണ്ടാകാനാണ് ഒരു അധ്യാപകരും ശ്രദ്ധിക്കേണ്ടത്. ദെൻ പിന്നെന്താണ്? ഇവൻ. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പോലെ പറയുന്നത്, ഷീസ് വാക്കിംഗ് ഓൺ ഫുട്പാത്ത്. അതായത് ഒരു ഫുട്പാത്തിലൂടെ നടക്കുമ്പോൾ എന്താണ് പല വിദ്യാർത്ഥികളും എന്താണ് വഴക്കുണ്ടാക്കുന്നതും തല്ലുപിടിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഭീഷണിപ്പെടുത്തുന്നത്. സ്റ്റുഡൻസ് മേക്കിംഗ് ക്യൂറൽസ് ആൻഡ് ത്രെട്ടനിങ് അതേഴ്സ്. ക്യൂറൽസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? വഴക്കുകൾ ഉണ്ടാക്കുന്നു. ത്രെട്ടനിങ് അതേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഭീഷണിപ്പെടുക. നീ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക. പിന്നെ അതുപോലെ എന്താണ് സ്പീക്കിംഗ് റബ്ബിഷ്. എന്താണ് റബ്ബിഷ് ആയിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ പറയാ. പിന്നെന്താണ് rubbish? She can call them and after making minimum inquiries discourses. അതായത് ഇങ്ങനെ ആവശ്യമില്ലാത്ത വാക്കുകൾ പറയാതെ അവരെ വിളിച്ചിട്ട് എന്താണ് അങ്ങനെ കാണുന്ന കുട്ടികൾ, എന്തെങ്കിലും മോശമായിട്ടൊരു ആക്ടിവിറ്റീസ് ചെയ്യുന്നത് കാണുന്ന കുട്ടികളെ കണ്ടാൽ അധ്യാപിക എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? എന്ത് ചെയ്യണമെന്നാണ്? അന്വേഷിക്കാലോ, നിങ്ങൾക്ക് നടക്കുക, എന്താണ് അവന് പറയാനുള്ള കാരണം, അത് അന്വേഷിച്ചതിന് ശേഷം എന്താണ് അതിന് വേണ്ട പനിഷ്മെന്റോ അല്ലെങ്കിൽ അത് തീർപ്പാക്കുക, അതിന് സൊല്യൂഷൻ കൊടുക്കുകയായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അധ്യാപിക ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടീച്ചറായി പോകുന്ന സമയത്ത് ഇതേപോലുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടെത്തിരിക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? വേഗം പോയാണ് തല്ലുകയാണോ ചെയ്യേണ്ടത്? ഒരു വടിയിട്ട് തട്ടിക്കുകയാണോ ചെയ്യേണ്ടത്? കുട്ടികളെ തല്ലണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പാരന്റ്സ് വരും ചോദിക്കാൻ. കാര്യം ചോദിക്കുക, എന്താണ് സംഭവം എന്നുള്ളത് കാര്യം ചോദിച്ചറിയാം. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളാണെന്ന് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് അതിന് വേണ്ട പനിഷ്മെന്റ് എന്താണെന്നുള്ളത് ഒരു പൊസിഷൻ കൊടുക്കുക. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കുട്ടികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. തല്ലാനായിട്ട് ഇപ്പൊ അനുവാദമില്ല. ഓക്കെ. When she sees a collective of students hastening before the tap or before any room or somewhere, she should order them to form a queue. When she see a collective of students hastening before the tap or before any room or somewhere, she should order them to form a queue. ക്യൂ അല്ലേ അവിടെ വരുന്നത്? ക്യൂനല്ലല്ലോ. ക്യൂന്നല്ല, ക്യൂ ആണ് കേട്ടോ. എന്താ അവിടെ പറയുന്നത്? ആ സെന്റൻസ് ഒന്ന് പറഞ്ഞു നിങ്ങള്. കുട്ടികളെ കൂട്ടമായിട്ട് ടാപ്പിന് മുന്നിലോ റൂമിന്റെ മുന്നിലോ നിൽക്കുവാണെങ്കിൽ ക്യൂ ഫോം ആയിട്ട് കുട്ടികള് എന്തിനു മുമ്പിലാണ് നിൽക്കുന്നത്? ടാപ്പിന്, അല്ലെ? ഒന്നല്ലെങ്കിൽ ഒരു ടാപ്പിന് മുന്നിലോ അല്ലെങ്കിൽ മറ്റൊരു റൂമിന്റെ മുമ്പിലോ കുട്ടികളെ എങ്ങനെയായിരിക്കും നിൽക്കുക? പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികള് ഓർഡറിലായിരിക്കോ? ഓർഡറിലായിരിക്കോ? കൂട്ടി തിരക്കും ഒക്കെ കാണിച്ചിട്ടായിരിക്കും കുട്ടികൾ നിൽക്കുന്നത്, അല്ലെ? അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് അധ്യാപിക എന്താണ് ചെയ്യേണ്ടത്? ഓർഡർ ദം ടു ഫോം എ ക്യൂ, അല്ലെ? എന്നല്ല ട്ടാ, ക്യൂ ആണ്. അത്തരത്തിൽ എന്തെങ്കിലും ഓരോ സാഹചര്യങ്ങൾ പറയണ്ട. സ്കൂളിന് ചുറ്റും നടക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മള്. ഇത്തരത്തിൽ ഇപ്പൊ സ്റ്റാഫിന് മുമ്പിലോ റൂമിന് മുമ്പിലോ ഒന്നല്ല, ഇപ്പൊ ക്ലാസ്സിന് മുമ്പിലും പുറത്തിറങ്ങി നടക്കുക, അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കാതെ എന്താണ് അവിടെ ഇവിടെയൊക്കെ മാറി നിൽക്കുക, ഓടുക, ചാടുക, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളെ മാക്സിമം അവിടെ അടക്കി ഒതുക്കി ഇരുത്താനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഇരിക്കൊന്നുമില്ല, പക്ഷെ എന്താണ് നമ്മൾ മാക്സിമം അത് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നവർക്കാണ് നമുക്ക് ആ ക്ലാസ് റൂം മാനേജ് ചെയ്യാൻ പറ്റുന്നതെന്ന് തെളിയിക്കാൻ പറ്റുന്നത്. ഓക്കെ മിസ്സേ, ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യാൻ പോയപ്പോ അവിടെ സ്കൂളിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോയ്സും ഗേൾസും വാഷ്റൂമിൽ വിടും. നമ്മൾ വിടുമ്പോൾ ആദ്യം ബോയ്സ് പോയി കഴിഞ്ഞിട്ട് അവർ പോയി തിരിച്ചു വന്നു കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഗേൾസിനെ വിടുക. അപ്പോഴാണെങ്കിൽ അവരോട് നമ്മൾ പറയും ആദ്യം വെള്ളം കുടിച്ച് എല്ലാവരും ലൈനായിട്ട് നിൽക്കാനൊക്കെ പറയും. എന്നിട്ട് ലൈനായിട്ട് നിന്ന് മേക്ക് എ ലൈൻ ആൻഡ് ഫോൾഡ് യുവർ ഹാൻഡ്സ് ബാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും നല്ല സെറ്റായിട്ട് നിൽക്കും. എന്നിട്ട് നമ്മൾ ക്ലാസ് റൂമിന് വെളിയിൽ നിന്ന് ഇവരെ വാച്ച് ചെയ്യുവാണെങ്കിൽ ഞാൻ പറയും മിണ്ടാതെ പോകണം, അപ്പുറത്തും ഇപ്പുറത്തും ക്ലാസ് നടക്കുന്നുണ്ട്, ഒരു കുട്ടി പോലും സംസാരിക്കാതെ പോകണം എന്ന് പറയും. അപ്പോൾ അവർക്ക് കൈയൊക്കെ കെട്ടി നല്ല സെറ്റായിട്ട് പോകും. അത് കഴിഞ്ഞ് നമ്മൾ ക്ലാസ്സിലേക്ക് കയറി വന്ന് തിരിച്ചു വരുമ്പോ ഉണ്ടല്ലോ, ഈ ലൈനായിട്ട് പോയവര് ഓരോരുത്തർ
ഓരോരുത്തര് ആടിപ്പാടി ഇങ്ങനെ എല്ലാ കാഴ്ചയും കണ്ടോണ്ട് വരും. അപ്പൊ ഞാൻ ചോദിക്കും, എടാ നിങ്ങൾ എങ്ങനെ പോവാനാ പറഞ്ഞേ, ഇങ്ങനെ പോകാനാണോ പറഞ്ഞത്? സാർ അവിടെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ വാച്ച് ചെയ്യുമെന്ന് അറിഞ്ഞാൽ അവര് പക്കാ നീറ്റായിട്ട് പോയിട്ട് വരും. എന്നാൽ നമ്മൾ അവിടെ ഇല്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിന്ന് പോകും. അവര് പിന്നെ പലരും പല റൂട്ടിൽ കൂടെ ആയിരിക്കും വരിക. അപ്പൊ ടീച്ചർ ഇല്ലെങ്കിൽ അവിടെ എന്താണ് അടങ്ങി ഇരിക്കാനായിട്ട് അവർ പഠിപ്പിക്കണം കേട്ടോ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതെ, നമ്മളില്ല. അപ്പൊ ഞാൻ വേറെ എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോ പറയും, ക്ലാസ്സിൽ ക്യാമറ ഉണ്ട്. അപ്പൊ ക്യാമറ ഉള്ളപ്പോ പറയും, സാർ ഇത് കണ്ട് വാച്ച് ചെയ്തോണ്ടിരിക്കുക. സാറിന്റെ ഓഫീസിൽ ഞാൻ പോയപ്പോ അവിടെ സാറ് നോക്കുന്നത് കണ്ടു. വേറെ ക്ലാസ്സുകളിലെ കുട്ടികളെയൊക്കെ സാറ് വിളിച്ച് അടി കൊടുത്തു എന്നാ പറഞ്ഞ. അതുകൊണ്ട് നല്ല മക്കളായിട്ട് ഇരിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വന്ന് നോക്കുമ്പോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. നല്ല സെറ്റായിട്ടായിരിക്കും ഇരിക്കണം. അപ്പൊ ക്യാമറ അവർക്ക് പേടിയാ. ക്ലാസ്സിൽ ക്യാമറ ഉണ്ടോണ്ട് നമുക്ക് കുറച്ചൊക്കെ അത് പറഞ്ഞ് പേടിപ്പിച്ച് നിർത്താൻ പറ്റും. ഓക്കെ, ശരി. അപ്പൊ കൺട്രോൾ ചെയ്യാനൊക്കെ പേരെന്താണോ നിന്റെ പേരെന്താ പറഞ്ഞേ? മിസ്, എന്റെ പേര് അദീബ. അദീബ. അദീബയ്ക്ക് ക്ലാസ്സിലുള്ളതാണോ? അതെ മിസ്സേ, ഇടയ്ക്കൊക്കെ ഓക്കെ. അപ്പൊ അദീബക്ക് ക്ലാസ് മാനേജ് ചെയ്യാനൊക്കെ കുട്ടികളെ മാനേജ് ചെയ്യാൻ അറിയാം. അദീബ് ഇല്ലാത്ത സമയത്താണ് കുട്ടികളെ ബഹളമുണ്ടാക്കിയെന്നല്ലേ പറഞ്ഞ? അതെ മിസ്സേ, നമ്മൾ ഇല്ലെന്ന് കണ്ട അവര് ഇത്തിരി ഉഴപ്പും. ഓക്കെ, ശരി. ഇനി അപ്പൊ നമ്മളിങ്ങനെ ഒരു ടാപ്പിന്റെ മുമ്പിലോ റൂമിന്റെ മുമ്പിലോ ഒക്കെ കുട്ടികളെ ഓർഡർലെസ് ആയിട്ട് നിൽക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ് എന്ത്, പ്രെയർ നടക്കുന്ന സമയത്ത് അല്ലെ. ഇവൻ when the prayer is going on, one or two teachers should take the charge of going around the school to check the persons, encouraging the students hiding in class and those who are acting time near the source and near the latrine and urinals. This practice they should do even while functions and meetings are going on. അതാണ് പ്രെയർ നടക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് പ്രെയർ നടക്കുന്ന സമയത്ത് എന്താണ്, കുട്ടികളെ വളരെയധികം അച്ചടക്കത്തോടൊന്നും നിൽക്കൊന്നുമില്ല അല്ലെ. എന്തെങ്കിലുമൊക്കെ കുസൃതി തരമൊക്കെ കുട്ടികളെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഒന്നോ രണ്ടോ അധ്യാപകർ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? one or two teachers should take the charge of going around the school. അപ്പൊ പ്രെയർ നടക്കുന്ന സമയത്ത് എന്താണ്, ആ സ്കൂളിന് ചുറ്റും എന്താണ് ചെക്ക് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും കുട്ടികൾ എന്താണ് എവിടെയെങ്കിലൊക്കെ ഒളിച്ചിരിക്കാനുള്ള ചാൻസ്, പ്രെയറിന് വരാതെ ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ ടോയ്ലറ്റിലോ അങ്ങനെയൊക്കെ എന്താണ് ഒളിച്ചിരിക്കാനുള്ള ചാൻസസ് ഉണ്ട് ആ ഒരു സമയത്ത്. അപ്പൊ എന്താണ് അങ്ങനെ ഒളിച്ചിരിക്കുന്നവരെ പ്രത്യേകിച്ച് അന്വേഷിച്ച് കണ്ടെത്തുകയും വേണം. എന്താണ് അവരെ ആ ശീലം ഉണ്ടാവാതിരിക്കാനായിട്ട് അവരെ മുന്നോട്ട് കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ ടീച്ചേഴ്സ് എന്താ ചെയ്യുന്നത്, അങ്ങനെ പ്രെയർ നടക്കുന്ന സമയത്ത് 2 ടീച്ചേഴ്സ് എങ്കിലും എന്താണ് ആ ഹോൾ സ്കൂൾ ഒന്ന് ചെക്ക് ചെയ്തിരിക്കണം. ഈ ചുമതല എന്താണ്, എന്തെങ്കിലും തരത്തിലുള്ള യോഗങ്ങളോ മീറ്റിംഗ്സോ ഒക്കെ നടക്കുന്ന സമയത്ത് എന്താണ് ആ സമയത്തും ടീച്ചേഴ്സ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. ഇപ്പൊ പ്രെയർ നടക്കുന്ന സമയത്ത് കണ്ടിട്ടില്ല കുട്ടികൾ എന്തെങ്കിലുമൊക്കെ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ അല്ലെ, എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോ ക്ലാസ്സിൽ നിന്ന് വരാതെ ചിലപ്പോൾ ബെറ്റിന്റെ അടിയിലോ ഡെസ്കിന്റെ അടിയിലൊക്കെ ഒളിച്ചിട്ടിരിക്കും. അങ്ങനെയൊക്കെ കാണാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് എന്താണ് പ്രത്യേകമായിട്ട് ടീച്ചേഴ്സ് അത് റെസ്പോൺസിബിലിറ്റി ആയിട്ട് തന്നെ എന്താണ് പ്രെയർ നടക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഈ ഫംഗ്ഷനോ മീറ്റിംഗോ നടക്കുന്ന സമയത്ത് എന്താണ് പ്രത്യേകമായിട്ട് ആ സ്കൂൾ പരിസരം കംപ്ലീറ്റ് ആയിട്ട് സെർച്ച് ചെയ്തിരിക്കണം. ഓക്കെ, അത് ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്. If students are taking lunch in a common place, few teachers should take the chance of managerial. They should impose discipline in table manners, cleanliness, silence, etc. ഇനി ഒരു ലഞ്ച് കോമൺ പ്ലേസസില് എന്താണ് ഉച്ചഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുറച്ച് അധ്യാപകർ എവിടെയായിരിക്കും? കുറച്ച് അധ്യാപകർ എവിടെയായിരിക്കും? ടീച്ചേഴ്സ് ഷുഡ് ടേക്ക് ദ ചേഞ്ച് ഓഫ് മാനേജീരിയൽ. അതായത് കുറച്ച് ടീച്ചേഴ്സ് എന്താണ് ഭക്ഷണം കഴിക്കുന്ന നേരത്തെ കുട്ടികൾ എന്താണ് പ്രത്യേകമായിട്ട് ആ ഭക്ഷണം എടുത്ത് കൊടുക്കും, അല്ലെങ്കിൽ കഴിച്ച് തീരുന്നവർ എന്താണ് പ്രത്യേകമായിട്ട് കുട്ടികളെ സ്കെയർ ചെയ്യേണ്ടതുണ്ട്. കാരണം എന്തുകൊണ്ടാണ് ആ സമയത്ത് കുട്ടികൾ എന്തെങ്കിലും കാണിക്കും അല്ലെ. ടേബിൾ മാനേഴ്സ് നല്ല രീതിയിലൊന്നായിരിക്കില്ല കുട്ടികൾ അവിടെ ആ ടേബിളിലൊക്കെ മാനേജ് ചെയ്യുന്നത്. ദെൻ ക്ലീൻനെസ് ഉണ്ടായിരിക്കില്ല, സൈലൻസ് ഉണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്?
അത്തരത്തില് ആ മേശ കഴിക്കുന്ന ടേബിള് കൃത്യമായിട്ട് ക്ലീൻ ആയിരിക്കണം, നല്ല രീതിയിൽ സൈലൻസ് ഉണ്ടായിരിക്കണം, പിന്നെ എന്താണ് വെൽ ഡിസിപ്ലിൻഡ് ആയിട്ടായിരിക്കും കുട്ടികള് ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കേണ്ടത്. അത് അധ്യാപകരുടെ ഡ്യൂട്ടിയാണ് കുട്ടികളെ അത്തരത്തില് തയ്യാറാക്കേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു ഡ്യൂട്ടി ഉണ്ടാവും ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയത്ത്. അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം. കാരണം ചില കുട്ടികളെ ഭക്ഷണമൊക്കെ താഴെ വീഴുന്ന ടേബിൾ മാനേഴ്സ് ഒന്നും ഉണ്ടായിരിക്കില്ല. പിന്നെ എന്താണ് ചില കുട്ടികൾ കഴിക്കുന്നതിനിടയിൽ വൊമിറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ കാണിക്കും. പിന്നെ എന്താണ് ചറവറകളുടെ ഓടി നടന്നായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു ഇത് ഉണ്ടാവാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ കുട്ടികളായതുകൊണ്ട് തന്നെ എന്താണ് അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവർ ഡിസിപ്ലിൻ കൊണ്ടുവന്നിട്ടായിരിക്കണം അവരെ ഭക്ഷണം കഴിക്കുക. എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, നിങ്ങൾ പറയുന്നത് അവർ കേൾക്കുകയും ചെയ്യണം. അതുപോലെ ആയിരിക്കണം നിങ്ങൾ അവരോട് ബിഹേവ് ചെയ്യേണ്ടത്. പിന്നെന്താണ്, few teachers should take charge of gate watching. In the morning daily at first from 1 hour before the prayer and few teachers in a stoppage of the day at least from 15 minutes, the long bell and half an hour after the long bell to check the discipline. ഇനി ടീച്ചേഴ്സ് സ്കൂളിന്റെ എല്ലാ ഭാഗത്തും എന്താണ് ചുമതല ഉറപ്പുവരുത്തുന്നത്. പ്രത്യേകിച്ച് എവിടെയാണ്, ഗേറ്റിന്റെ ഭാഗത്ത് അല്ലെ മെയിൻ എൻട്രൻസിന്റെ ഭാഗത്ത് എന്താണ് പ്രത്യേകമായിട്ട് കുട്ടികളെ വാച്ച് ചെയ്യേണ്ടി വരുന്നത്. കുട്ടികൾ ചിലപ്പോ ഇന്റർവെൽ ടൈമിലൊക്കെ എന്താണ് ഇറങ്ങി പോകാം, അല്ലെങ്കിൽ എന്താണ് ഉച്ചയ്ക്കൊക്കെ എന്താണ് ഗേറ്റ് തുറന്നു കിടക്കുന്നുണ്ടാല് കുട്ടികൾ പോകാൻ ചാൻസസ് ഉണ്ട്. കടയിലോ അല്ലെങ്കിൽ മിഠായി വാങ്ങിക്കുന്നതിനോ മറ്റെന്തിനോ പെൻസിലോ പേനയൊക്കെ വാങ്ങിക്കണോന്നൊക്കെ പറഞ്ഞ് എന്താണ് കുട്ടികൾ ചിലപ്പോൾ പുറത്തു പോയി തരിക. അപ്പൊ അങ്ങനെ വിടാനായിട്ട് ഒരിക്കലും പാടുള്ളത്, അല്ലെങ്കിൽ അത്യാവശ്യ കാരണങ്ങൾക്ക് മാത്രമായിരിക്കണം കുട്ടികളെ പുറത്തു വിടുന്നത്. അല്ലെങ്കിൽ എന്താണ് സ്കൂളിൽ തന്നെ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ പ്രത്യേകമായിട്ട് ഗേറ്റ് നിരീക്ഷിക്കുന്നതിനായിട്ട് കുറച്ച് അധ്യാപകരുടെ ആ ചുമതല ഏറ്റെടുത്തിരിക്കണം. ദിവസം രാവിലെ അതായത് ആ പ്രയറിന് ഒരു മണിക്കൂർ മുമ്പ് മുതൽ എന്താണ് പ്രയറിന് കുറച്ച് മുമ്പ് കുറച്ച് ഒരു 15 അധ്യാപകരെങ്കിലും എന്താണ് 15 മിനിറ്റില് ലോങ് ബെൽ അരമണിക്കൂറിന് ശേഷം അടിക്കുന്ന സമയത്ത് എന്താണ് ടീച്ചേഴ്സ് കുറച്ചുപേര് ഇങ്ങനെ മാറി മാറി ആയിരിക്കണം എന്താ അച്ചടക്കം ആ ഡിസിപ്ലിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഗേറ്റിന്റെ അവിടെയുള്ള മെയിൻ ഗേറ്റിന്റെ എൻട്രൻസിന്റെ അവിടെ ടീച്ചേഴ്സ് പ്രത്യേകമായിട്ട് അവിടെ കുട്ടികൾ കയറുന്നതും പോകുന്നതും പ്രത്യേകമായിട്ടാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഓരോ ടീച്ചേഴ്സിന് അതിനുള്ള ഉത്തരവാദിത്തങ്ങൾ ഓരോ ദിവസമായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ അത് പ്രത്യേകമായിട്ട് കൺട്രോൾ ചെയ്യേണ്ട കാര്യം. കാരണം ഒരു സ്കൂൾ മാനേജ്മെന്റ് വെച്ച് നോക്കുന്ന സമയത്ത് ഈ കുട്ടികൾ ഇങ്ങനെ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് പോകുന്നത് പുറത്തുള്ള ആൾക്കാർ കാണുകയാണ് അല്ലെ, പുറത്തുള്ള മറ്റു പബ്ലിക്സ് കാണുകയാണ്. അപ്പൊ അവരെന്താ പറയുന്നത്, ആ സ്കൂളിൽ കൃത്യമായ ഒരു ചിട്ടയില്ല, അടക്കമില്ല, ഡിസിപ്ലിൻ ഇല്ലാത്ത സ്കൂളാണ്, കുട്ടികൾ പലതരത്തിൽ പല രീതിയിൽ ഓടിപ്പോകുന്നു അല്ലെ. അപ്പൊ അങ്ങനെ സ്കൂളിന് മോശമായ ഒരു പേര് ലഭിക്കാൻ ചാൻസ്. അപ്പൊ അതിനാണ് പ്രത്യേകമായിട്ട് എന്താണ് പ്രത്യേകിച്ച് ഗേറ്റിന് ആ ഒരു സമയത്ത് രാവിലെയും ടൈമില് എന്താണ് വൈകുന്നേരം ഉണ്ടാവാൻ നിയന്ത്രണങ്ങൾ അല്ലെ. വൈകുന്നേരം സ്കൂൾ ബസ്സുകൾ വരുന്ന സമയത്ത് എന്തായിരിക്കും നിയന്ത്രണം ഉണ്ടാവും. എല്ലാ ടീച്ചേഴ്സിന്റെയും ഒരു കൺട്രോളിലായിരിക്കും എല്ലാ കുട്ടികളും സ്കൂൾ ബസ്സിലും കയറുന്നതും അല്ലാതെ കാൽനടയായി പോകുന്ന കുട്ടികൾ കൃത്യമായിട്ട് ആ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ചുപേരെ ആയിരിക്കും പുറത്തേക്ക് വിടുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഒന്നില്ലെങ്കിൽ റോഡ് സൈഡ് ആയിരിക്കും അല്ലെ. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് വേണം കുട്ടികളെ പുറത്തേക്ക് അയക്കാനായിട്ട്. എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങളിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സിന് പ്രത്യേകമായിട്ട് ഗേറ്റില് കൺട്രോൾ ചെയ്യാനായിട്ട് നിർത്തിയിരിക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഇപ്പൊ എടുത്ത ഭാഗങ്ങൾ കംപ്ലീറ്റ് ഒന്ന് വായിക്കൂ. മനസ്സിൽ വായിച്ചാൽ മതി കേട്ടാ.
വായിച്ചോ. ജിഷ കയറിയിട്ടില്ലേ ക്ലാസ്സില്? ജിഷ ഇന്റേൺഷിപ്പിന് പോകാൻ കാലം ശരിയായോ ജിഷയുടെ? കേൾക്കുന്നില്ലേ? സഫിയ എന്തെങ്കിലും പറയുന്നുണ്ടോ? പോയോ നിങ്ങള്? ജിഷ കയറിയിട്ടില്ല തോന്നുന്നു. ജിഷ കയറിയിട്ടില്ല എന്നാ തോന്നുന്ന ക്ലാസ്സില്. പക്ഷെ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ഓക്കെ ശരി, നമുക്ക് ക്ലാസ് വൈകിട്ട് ചെയ്യാം. സൈൻ ഔട്ട് ആരാ പറയുന്നത്? ഞാനാണ് മിസ്. പറഞ്ഞോ. Thank you, Adira Miss, for taking the class as well as we understand well and guiding us through the training journey in a good way. Thank you very much to my classmates for our good discussions, correct answers to Miss questions, and making our classroom very beautiful. Thank you. ഓക്കെ താങ്ക് യു. ഫസ്റ്റ് ആയിക്കോളൂ കേട്ടോ. താങ്ക് യു മിസ്സേ. ഓക്കെ